ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പലപ്പോഴും സംശയവും ഭയവും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മെ പിടികൂടാറില്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തില് രസകരമായ ഒരു രംഗമുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയ ഒരു സംഭവം. ഇതിനു ശേഷം യേശു മലമുകളിലേക്ക് തനിയെ പ്രാർത്ഥിക്കാനാണ് പോയത്. അടുത്ത രംഗം ഇതാ, ശിഷ്യന്മാർ പ്രതികൂലമായ കാലാവസ്ഥയിൽ വഞ്ചി തുഴഞ്ഞ് തളരുന്നത് കണ്ട് യേശു പ്രാർത്ഥന നിർത്തി ജലത്തിന് മുകളിലൂടെ നടന്ന് ശിഷ്യന്റെ അടുത്തേക്ക് വരിക. പത്രോസ് തിരിച്ചറിഞ്ഞ ഉടനെ ജലത്തിലേക്ക് ചാടി ജലത്തിന്റെ മീതെ നടന്ന് വിശ്വാസപൂർവം യേശുവിന്റെ അടുത്തെത്തി. എന്നാൽ ചുറ്റുമൊന്നും നോക്കിയപ്പോഴ് കാറ്റ് പ്രതികൂലം. ആ നിമിഷം മുങ്ങിത്താണു, വിശ്വാസം നഷ്ടപ്പെട്ടു. 14-ാം അധ്യായം 30-ാം തിരുവചനം, അല്പവിശ്വാസി, നീ ഭയന്നതെന്ത്, സംശയിച്ചെന്നതെന്ത്? അടുത്തതായിട്ട് നാം കാണുകയാണ്, കർത്താവെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളി കേട്ട് അങ്ങനെ കർത്താവിന്റെ കരം കൊണ്ട് രക്ഷിക്കപ്പെടുന്ന പത്രോസ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് മറ്റൊരു രംഗമുണ്ട്. 27-ാം തിരുവചനം, സംശയിക്കുന്ന തോമസിനോട് ചോദിച്ചു, അല്പവിശ്വാസി, എന്തുകൊണ്ട് നീ സംശയിച്ചു എന്ന ചോദ്യമാണ്. 29-ാം തിരുവചനം നമ്മോടുള്ള ഒരു താക്കീതാണ്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇന്ന് വിശ്വാസം പലരുടെയും ആടി ഉലയുന്ന ഒരു രംഗം കാണുന്നില്ലേ? നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഈ സന്ദേശം സഹായകമാകട്ടെ. തിരുവചനത്തിൽ ഉടനീളം വിശ്വാസ ജീവിതം വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് സ്വന്തമാക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ആമേൻ.